ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ പ്രത്യേക പരിപാടി എന്ന് പറയുന്നത് അങ്ങ് എറണാകുളത്ത് നിന്ന് വരുന്ന അമ്മു അങ്ങ് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. നമ്മൾ അവളെ കൂട്ടാൻ വേണ്ടി പോവാണ്. ഞാനും അനുപമയും കൂടെയാണ് പോകുന്നത്. സോ അതാണ് ഇന്നത്തെ നമ്മുടെ പ്രത്യേക പരിപാടി. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടുണ്ട്. അനുപമയ്ക്ക് ത്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞു, അതിന് നമ്മൾ കയറുന്നുണ്ട്. പിന്നെ നമുക്ക് പച്ചക്കറി മേടിക്കണം, നമ്മൾ അതിനും വേണ്ടി കയറുന്നുണ്ട്. സോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് പിക്കോ പിക്സ്. അനുപമയാണെന്ന് എൻ്റെ കൂടെ വരുന്നത്. നമ്മളിപ്പോൾ എവിടെ എത്തി? നമ്മളിപ്പോൾ വ്യാപാര ഭവൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. എന്താ സംസാരിക്കുക, എനിക്ക് അതാ മനസ്സിലാവാനില്ല. പിന്നെ ചുമ്മാ നേരെ നോക്കി, അതെ, ചുമ്മാ ഈ പലരും കണ്ടുകൊണ്ടിരിക്കാൻ നന്നാണ്. അല്ല, നമ്മളെ രണ്ടുപേരും മുഖം കണ്ടുകൊണ്ടിരിക്കാതെ ഒന്നും ചെയ്യാനില്ല. ഇത് നമ്മുടെ കൂടെ തന്നെ വണ്ടി ഓപ്പോസിറ്റ് വരും. അതെ ഗൈസ്, നമ്മൾക്ക് നമ്മുടെ പോലത്തെ തന്നെ വണ്ടി നമ്മുടെ ഓപ്പോസിറ്റ് വരുമ്പോൾ നമുക്ക് അതൊരു ഇതാ, എന്തുവാ, കാണുമ്പോൾ തന്നെ നമ്മൾ അതുപോലെ തന്നെ പോകുന്ന പോലെ നമുക്ക് തോന്നും. നമ്മൾ പോകുന്ന പോലെ തന്നെ തോന്നും ആ വണ്ടി നമ്മുടെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക്. മറ്റേ മില്ലേനിയത്തിന്റെ അത് നമുക്ക് കിട്ടിയില്ലല്ലേ ആ ഒരു ഷോട്ടിൽ. നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ ബ്ലോക്കായി എ സി ഓൺ ആക്കിക്കേ. ഇവിടെ സിഗ്നൽ ഉണ്ട്. ഇതാണ് മണർകാട് ബൈപ്പാസിലേക്കുള്ള ഒരു ഇതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അമ്മു അവിടെ വെയിറ്റിങ്. അമ്മു 9 മണിക്ക് എത്തിയിട്ടാണ് എന്നെ വിളിച്ചു വന്നത്. മിക്കവാറും സിഗ്നൽ ആവാനാണ് സാധ്യത. ഇവിടുത്തെ സിഗ്നലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ബ്ലോക്ക് വരുന്നത് ഒരു 60-70 സെക്കൻഡ് ഒക്കെ ബ്ലോക്കിലിടും. പക്ഷെ പാസ് ചെയ്തത് 90 സെക്കൻഡ് ഒക്കെ ബ്ലോക്കിലിടും. പക്ഷെ പാസ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നത് വെറും 30 സെക്കൻഡ് ഒക്കെ. 15 നമ്മള് പണ്ട് വണ്ടി ഓടിക്കാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ സിഗ്നലിലൊക്കെ സിഗ്നൽ വേണം, ഫ്രണ്ടിൽ ഉള്ളവരെടുക്കാം. എനിക്കൊരാവേശം. പിന്നെ എന്ത് നനങ്ങി പോണ വണ്ടി പോണേ. പണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ആ കൂടെ 20 സെക്കൻഡേ കിട്ടിയിട്ടുള്ളൂ. 20 സെക്കൻഡുള്ള നേരം കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ പാസ് ചെയ്ത് ബാക്കി ഇനിയിപ്പോ 6 സെക്കൻഡ് കൂടെ, 6, 5, 3, 2 നമ്മുടെ. അതെ, ഇപ്പൊ വലിയ ബ്ലോക്ക് സെൻട്രൽ ജംഗ്ഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ച് ഇല്ല, ഇവിടെ ഇപ്പൊ ബ്ലോക്ക് ഇല്ല. നമ്മള് ചെല്ലുമ്പോ മിക്കാറുണ്ടാക്കുമായിരിക്കും. എടി എങ്ങോട്ടാണ് പോണ? അതിരമ്പുഴ റോഡ്. അതിരമ്പുഴ. ഇതൊക്കെയാണ് നമ്മുടെ നമ്മള് പറഞ്ഞില്ല, നമ്മള് വരുമ്പോ അതങ്ങനെ കൊറേ പേര്. അല്ല, ഇവിടെ സീബ്ര ക്രോസ് ഉണ്ടല്ലോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഇവിടുത്തെ ആളുകള് അതൊക്കെ യൂസ് ചെയ്യുന്നത് കുറവാണ്. ഇച്ചിരി നമുക്ക് സൈഡിലോട്ട് എടുക്കാം. ഇവിടെ ഇപ്പൊ കണ്ട ബ്ലോക്ക് നമ്മൾ അവിടെ നിന്ന് വന്നപ്പോ കണ്ട ഒരു ഇതും ഇല്ലായിരുന്നു. എല്ലാ വണ്ടി കളവടാന്ന് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കുഴപ്പമാണോ അതോ ഞങ്ങളുടെ കുഴപ്പമാണോ അതോ ബെസ്റ്റ്? ആക്ച്വലി ഇത് 1 വേ ആണ്. ഇവരെന്ത് ഉദ്ദേശിക്കുന്നത് കൊണ്ട്? സത്യം നേരെ പോയിട്ട് വേണം അത് തിരിഞ്ഞു വരാനായിട്ട്. നമ്മുടെ വണ്ടിയിൽ നിന്ന് പോയി. ഇതാണ് ശരിക്കും ഇവിടുത്തെ പ്രശ്നം. ഇത് 1 വേ ആണ്. ശരിക്കും പറഞ്ഞാൽ നേരെ പോയിട്ട് വേണം യൂട്ടേൺ എടുത്ത് വരാൻ. നമ്മളിപ്പോ പാസ് ചെയ്ത അല്ലെങ്കിൽ അങ്ങേര് ചാടിപ്പോരും. നമ്മളിപ്പോ പാസ് ചെയ്തില്ല ഒരു യൂട്ടേൺ. അവിടെ വെച്ചാണ് പണ്ട് അമ്മയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായത്. ശരിക്കും അവിടെ യൂട്ടേൺ പാടില്ല. അത് ബസ്സുകാർ മാത്രം അന്ന് ഇടിച്ചിട്ടത് ജാക്കുര എന്ന് പറഞ്ഞ ബസ്സായിരുന്നു. നീണ്ടൂർ നമ്മുടെ കിടപ്പുണ്ടായിരുന്നു. നീണ്ടൂർ ജാക്കുലിനായിരുന്നു നമ്മളല്ല, പുന്നത്ര ജാക്കുലിനായിരുന്നു. അല്ല, അവിടെ ഇപ്പൊ അവിടെ നീണ്ടൂർ ജാക്കുലിൽ കിടപ്പണമെന്ന് പറയും. നമ്മള് അടുത്ത ബ്യൂട്ടി പാർലറിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോ നമുക്ക് ഇവിടെയാണ് ഇനി കയറേണ്ടത് ഗൈസ്. വെല്ലേസ് താണ്ടത് അവിടെ. അത് തുറന്നിട്ടുണ്ട്, അത് അടച്ചിട്ടേക്കുന്നത്. അല്ല, അത് ഇതാ ഓപ്പൺ ആണ്.
റെയിൽവേ സ്റ്റേഷൻ എത്താറായി. ഇനി അവിടെ ചെല്ലുമ്പോൾ മിക്കവാറും അമ്മ ചോദിക്കും നിങ്ങൾ ഇത്രയും നേരം അവിടെ പോയി കിടക്കുമായിരുന്നു. നമ്മള് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആളോട് പറഞ്ഞത് ഏറ്റുമാനൂർ എത്തിയെന്നാണ്. പിന്നെ ഏറ്റുമാനൂർ ഞങ്ങൾ എത്തിയപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞ ബ്ലോക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാണ് എത്തിയേക്കുന്നത്. സത്യം പറഞ്ഞ അമ്മ ഇപ്പൊ വന്നിട്ട് ഈ ബസ്സിനോ ഇപ്പൊ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി. അടിപൊളി കിണ്ണം കാച്ചി കാണുന്നതാണ്. അതെ എന്റെ പൊന്നോ, നിങ്ങൾ അത് തന്നെ പറയണം. വരുന്നുണ്ട്, നമ്മുടെ താരം എത്തിയിട്ടുണ്ട്. നിങ്ങൾ ചാടി, ഇത് നാഷണൽ ഹൈവേയുടെ ഒരു ബമ്പർ. ഇവിടെ നിന്ന് എങ്ങനെ വണ്ടി ഓടിക്കുക എന്തോ. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആണ് ഗൈസ്. തിരിഞ്ഞു പോകുന്നുണ്ട്. പുള്ളിക്കാരി വളയ്ക്കാൻ പറ്റുന്നിടത്താണ് കൊണ്ട് ഒന്നും കുഴപ്പമില്ല. മറ്റേ നമ്മുടെ പുറകിൽ ഒരാളുണ്ടായിരുന്നല്ലോ. ക്ഷീണിച്ച് ഇങ്ങോട്ടൊന്നും നടന്നു വന്നിട്ട് മേഡം ഇങ്ങോട്ടും ആള് വന്നിട്ടുണ്ട്. ഇനി വണ്ടി വളയ്ക്കുന്നതാണ് ചലഞ്ച്. ചലഞ്ചൊന്നും അല്ല, നമുക്ക് വണ്ടി വളയ്ക്കാം. ആരാ വിളിക്കുന്നത്? അച്ഛയാണോ? കേറ്. ഒരുപാട് വണ്ടികൾ വരുന്നുണ്ടല്ലോ. ശരിക്കും ഈ റോഡൊന്നും മെച്ചപ്പെടുത്തി വരുന്നുണ്ടല്ലേ. വലുതായിട്ടൊന്നും ചെയ്യണ്ട. വണ്ടിക്ക് റോഡിന് വീതി കൂട്ടുക അങ്ങനത്തെ. സ്റ്റേഷനിൽ ഇവിടുമാർ വന്നതേ ഉള്ളൂ. അല്ല ഇവര് വന്ന് ഇപ്പൊ ഇവര് വരും. അപർണ വരും. ശരി എന്നാ എടി പുറം നോക്കണേ. വണ്ടിക്കാരൻ എന്നാ പോയിട്ട് പോവാം. വണ്ടിക്കാരന് പോണെങ്കിൽ നമ്മൾ ആദ്യം പോയിക്കൂടാ. അങ്ങോട്ടേക്ക് ഈ ഭാഗത്ത് ഈ റെയിൽവേ സ്റ്റേഷന്റെ എക്സിറ്റിന്റെ അവിടെ അങ്ങോട്ട് പോകും, തിരിച്ചു പോകും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ച അവിടെ വന്നിട്ട് അങ്ങ് പോവാന്ന്. പിന്നെ നീ പറഞ്ഞു പാർലറിൽ പോകുന്ന കാര്യം. ഇവിടെ ആണ് ഇതിലെ കൂടെ ആണ്. പിന്നെ ചേച്ചി മാറുമെന്ന് തോന്നുന്നില്ല. അവിടെ ഇതടിച്ച് വള്ളിപ്പാടം പടിയാൻ ചേച്ചി മാറണമെങ്കിലും അതിനിടയ്ക്ക് പട്ടി. ശരിക്കും ഈ പട്ടീനെ വളർത്തുന്നവർക്ക് അവർക്ക് ആവശ്യമില്ലെങ്കിൽ അതിനെ ചുമ്മാ കൊണ്ട് ഉപേക്ഷിക്കാതെ എന്തെങ്കിലും ചെയ്തുകൂടെയാവോ? ആദ്യം നമുക്ക് പാർലറിൽ പോവാം. പുറകെ വണ്ടി വരുന്നുണ്ട്, അവരെ കയറ്റി വിടാം. പാർലർ ഇവിടെയാണ് ഇരിക്കുന്നത്. പാർലർ കയറുന്നത് കാണിച്ചു. പാർലർ ഇരിക്കുന്നത് നമ്മുടെ UGM തിയേറ്ററിന്റെ തൊട്ടടുത്താണ്. UGM എന്ന് പറയുമ്പോൾ നിറച്ച് വണ്ടിയാണല്ലോ. ഈ വണ്ടിക്കാർക്കൊന്നും വേറെ പണിയില്ല. വേറെ ഏതൊരു വഴി യെസ്, നമ്മളങ്ങനെ ഇറങ്ങുകയാണ് ഗൈസ്. നമ്മളങ്ങനെ പാർലറിൽ എത്തിയിട്ടില്ല. പാർലറിന്റെ ചുവട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ബെല്ലേസയിലാണ് പോകുന്നത്. ബെല്ലേസയിലാകുമ്പോഴത്തേനും അവർ നല്ല രീതിയിൽ ചെയ്തൊക്കെ പനോമിയാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗൈസ് ഇനി പാർലറിൽ വെച്ച് കാണാം. നമ്മൾ പാർലറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാർലറിലാണ് നമ്മൾ പോകുന്നത്. നമ്മള് ഫോട്ടോ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പണ്ടത്തെ ഫോട്ടോ ഒരു കാർ
എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ അവിടെ വണ്ടി വന്നിട്ട് ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. നമ്മൾ പാർലറിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എന്തൊക്കെയോ കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പാർലറിൽ അനൂപ് മാത്രം കയറി ത്രെഡ് ചെയ്ത് റെഡി ആയിട്ട് വലിയ ഒരു ഉമേഷ് ഞാൻ ത്രെഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എനിക്ക് തന്നേക്കും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് മൊത്തം പൊടിയാവും. നമ്മൾ കപ്പ കൊണ്ട് കൊടുത്ത സമയത്ത് ഫുള്ള് നമ്മുടെ വണ്ടിക്കകത്ത് ഫുൾ ഇതായിരുന്നു, മണ്ണും ചെളിയായിരുന്നു. നമ്മൾ അറിയേണ്ട കുഴപ്പമില്ല. ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് വലിയ ബ്ലോക്ക് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ വന്നപ്പോൾ ബ്ലോക്ക് ആക്കിയായിരുന്നു. ബ്ലോക്ക് ഉണ്ടായിരുന്നു അവിടെ. ബ്ലോക്ക് ഞങ്ങൾ വന്നപ്പോഴത്തേന് യൂ ടേൺ എടുത്തിട്ട് അവിടെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇവിടുന്ന് ശരിക്കും യൂ ടേൺ എടുത്ത് പോകേണ്ടത്. പക്ഷെ കുറച്ചും അവിടെ നിന്ന് വലിയ യൂ ടേൺ. പച്ചക്കറിക്കട കയറുന്നുണ്ട്. എന്തായാലും സവോള മേടിക്കണം. ചന്തയിൽ കയറണം. നമുക്ക് ചന്തയിൽ കയറിയിട്ട് പോകണം. ചന്തയിൽ കയറിയിട്ട് അറിയാമോ? നമുക്ക് കയറാം. അവിടെ നാളെ വന്നാൽ ഭയങ്കര തിരക്കായിരിക്കും. ബാക്കി ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അച്ഛനെ കൊണ്ട് മേടിപ്പിക്കാം നാളെ. ചന്തയിൽ കയറണം. അത് പോകുന്ന വഴിക്ക് പച്ചക്കറി മേടിക്കാൻ കയറിയാൽ മതിയോ? പച്ചക്കറി പോകുന്ന വഴിക്ക് എവിടെയുള്ളത്? പത്തുവടിയുടെ അവിടുത്തെ കടയിൽ ഇവിടെ കയറണോ? ഇവിടെ കയറും. അതെ അതെ. അതിനെന്താ പറയുക, ചിലപ്പോൾ ഇവിടെ അടച്ചു പോകാൻ സാധ്യതയുണ്ട്. അവർ ഉച്ച വരെ എങ്ങാണ്ട് ഉള്ളെന്ന് തോന്നാം മംഗലക്കരയിലെ കട. ഓട്ടോക്കാരൻ കയറിപ്പോയി പോകട്ടോ. ഓട്ടോക്കാർക്ക് എപ്പോഴും ഈസിയാണ്. അങ്ങനെ ആക്സിഡന്റും പറ്റുന്നില്ല. അതാണ് ബാക്കിയുള്ളവർക്ക് പറ്റുന്നുണ്ടായിരിക്കും. അവർക്ക് ഇല്ല, ബാക്കിയുള്ളവർ കോൺഷ്യസ് ആയി കയറി പോകാൻ. ഓട്ടോക്കാർ വരുമ്പോൾ എല്ലാവരും കോൺഷ്യസ് ആവും. ഇത് ഇതുവഴി കയറി പോകണമെന്ന് പറയാൻ പറ്റില്ല. ചേട്ടാ അവർക്ക് രാവിലെ വൈകുന്നേരം എക്സ്പേർട്സാണ്. അപ്പൊ അവരുടെ ഫ്രണ്ടിൽ കൂടെ നമ്മളിങ്ങനെ എന്തെങ്കിലും കാണിച്ചു പോയിട്ട് എന്തെങ്കിലും പറ്റി അവർ നമ്മളെ വഴക്ക് പറയും. ഇതൊക്കെ എവിടെ കൊണ്ട് നിർത്തുക? ഇതിനകത്തോട്ട് അതിനകത്ത് വണ്ടി കിടക്കുന്നു. നമുക്ക് അന്നത്തെ പോലെ പോസ്റ്റിനോട് പോയിട്ട് പതിയെ പോകണമെങ്കിൽ ആ വണ്ടിക്കാരൻ പോകുമായിരിക്കും. ഇങ്ങനെയാണ് ആ വണ്ടിക്കാരനോട്. ഇങ്ങോട്ട് കയറ്റാനുള്ളതായിരുന്നു. ഗൈസ്, നമ്മൾ പച്ചക്കറി ചന്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റുമാനൂർ പച്ചക്കറി ചന്ത. നേരെ കാണുന്ന അമ്പലത്തിന്റെ കവാടമാണ് ഗൈസ്. നമ്മൾ നേരത്തെ ഇത് സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ പുറലോകം കാണാത്ത ഒരു വ്ളോഗായിട്ട് എൻ്റെ ക്യാമറയിൽ ഇപ്പോഴും കിടക്കുന്നത് ആ സാധനം തന്നെയാണ് അല്ലേ. പച്ചക്കറി ചന്ത നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അതുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അടുത്ത് നമ്മൾ ക്യാരറ്റാണ് എടുക്കാൻ പോകുന്നത്. സാധനം മേടിച്ച് ഓരോന്ന് വിത്ത് റേറ്റാണത്. ചേച്ചിനെ കിട്ടുന്നില്ലല്ലോ. നമ്മൾ ചന്തയിൽ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചും ഇറങ്ങി. ഇപ്പം വണ്ടി കയറി പോവാണ്. നമ്മൾ വണ്ടി
ഇവിടെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അയ്യോ സീറ്റ് ബെൽറ്റ് ഇട്ടോ. ഇടയിൽ കൂടെ ആൾക്കാരെ ഇവിടെ ഫുള്ള് കാണുന്നുണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മളാണെങ്കിലും സ്കൂട്ടറെ പോകുമ്പോഴത്തേക്ക് ഇത്ര ബ്ലോക്ക് ആവുമ്പോൾ ഇടയിൽ കൂടെ അതിന് പിന്നെ ICIC ചാർജീസ് ബിൽഡിംഗ് ബ്ലോക്കിലുള്ള ആൾക്കാർ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെന്നെ ബ്യൂട്ടി പാർലർ കയറിയോടൊപ്പം ഞാനൊന്ന് ഞെട്ടിപ്പോയി. ഈശ്വരാ, എന്നെ മാത്രമായിട്ടാണ് അവിടെ ഓൾറെഡി രണ്ടുപേരും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അവിടെ പോയിട്ടുള്ള വെട്ടുമ്പോല ഇത് മാത്രമല്ലോ ഇതിനും പോയിട്ടില്ല. ടൈം എഴുതി കാണിക്കുന്നില്ല. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ടൈം എഴുതി. ടൈമർ അല്ല, എപ്പോഴും ടൈമർ ടൈമർ ഇല്ലാത്ത സമയത്ത് എനിക്ക് അറിയില്ല. ടൈമർ ഇല്ലാത്ത സമയത്ത് എനിക്ക് ടൈമർ ഉണ്ടല്ലോ. ചിലപ്പോ പോലീസുകാർ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും ചേച്ചി. എനിക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാറുണ്ട്. നേരം നമുക്ക് പോകുന്ന വഴിക്ക് ഇതും കൂടെ മേടിക്കാം. തണ്ണിമത്തൻ എനിക്ക് വിശക്കുന്നുണ്ട് നേരം കഴിക്കാനിട്ട്. പക്ഷെ എനിക്ക് ഏറ്റുമാനൂർ ചന്ത ഇഷ്ടമാണ്. കൊള്ളാം. ഒരു ചന്ത മരിയ ഞാൻ പോയിക്കൊണ്ടിരുന്ന ബസ്സാ കോളേജ്. ഇത് മംഗളം കലങ്ക്. അയാൾക്കറിയാം. സാധാരണ ആൾക്കാർ ചാടി വരുന്നവർ ഓടിപ്പോവാ. നമ്മുടെ വണ്ടി കാണുമ്പോ ചാടി വരുന്നവരും അവിടെ നിൽക്കും. നമ്മുടെ വണ്ടി കുലുങ്ങും അവരും. കൊറേ വണ്ടി ഉണ്ടല്ലോ. നല്ല ബ്ലോക്ക് ആണല്ലേ വഴി മൊത്തം. ശരി പക്ഷെ ഇപ്പൊ മാറി. കുറച്ച് ചെത്തിപ്പ് കിട്ടാൻ വല്ല വഴിയും ചെത്തി നമ്മുടെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ കയറി തണ്ണിമത്തം മേടിക്കണോ അതോ നേരെ വീട്ടിൽ പോകണോ? മേടിച്ചോണ്ടും പോ. പൈനാപ്പിൾ കാണുമോ ഇവിടെ? ചേട്ടൻ്റെ കട ഞാൻ പോയിട്ട് അടിച്ച്. അപ്പോൾ ഈ ചേട്ടൻ മത്തങ്ങ ഇല്ലല്ലോ. നമ്മൾ മത്തങ്ങ മേടിച്ചില്ലല്ലോ. ഗൈസ് അവർ രണ്ടുപേരും കൂടെ തണ്ണിമത്തൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഈ കടയിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ മിക്കപ്പോഴും ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് സാധനം മേടിക്കാറുണ്ട്. ഈ ചേട്ടൻ സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് രാവിലെ വന്ന് മേടിച്ചു. അപ്പോൾ ഞാനായിരുന്നു ഈ ചേട്ടൻ്റെ കടയിൽ ആദ്യമായിട്ട് ഇന്നലെ വന്ന് മേടിച്ചു. അതിൻ്റെ ഒരു കച്ചവട ചേട്ടൻ ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെന്തോ പല രീതിയിലുള്ള തണ്ണിമത്തനുണ്ട്. ഇന്നലെ മേടിച്ചതിൻ്റെ ബാക്കി പകുതി വീട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. ആണ് ഇപ്പോൾ അവർ നോക്കുന്നത്. ചെറിയ മത്തങ്ങയുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് നമ്മൾ മത്തങ്ങ കണി വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ മത്തങ്ങയായിരിക്കും ഇപ്പം നോക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. അത് ഇപ്പോഴത്തെ അല്ല, പണ്ടോട്ടുള്ള ട്രെൻഡ്. ഞങ്ങൾ വീട്ടിൽ മത്തങ്ങ ഒന്നും വെക്കാറില്ല. മത്തങ്ങ വെക്കും, പക്ഷെ അങ്ങനെ ട്രെൻഡിനനുസരിച്ച് വെക്കാറൊന്നുമില്ല. വെക്കാറ് നമ്മുടെ വീട്ടിൽ മത്തങ്ങ കാണും. അപ്പം നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ.
ഈ പ്രാവശ്യം മത്തങ്ങയില്ല, ഈ പ്രാവശ്യം ഉള്ളത് നമുക്ക് വെള്ളരിക്കയാണ്. അപ്പോൾ വെള്ളരിക്ക നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ വരാത്തത്? അമ്മുവാണ് പേയ്മെൻ്റൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനുപമ ഈസ് എൻജോയിങ് ഹെയർ. എന്താ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് വെറുതെ ഇപ്പം ഇരിക്കുന്നുണ്ട്. ഷീസ് എൻജോയിങ്. പിന്നെ അവളുടെ ഇത് വരുന്നുണ്ട്, പിന്നെ ഗ്രാജുവേഷൻ ഉണ്ട്, നമുക്ക് അതിനും പോകണം. ഇപ്പോൾ ഒരു പേയ്മെൻറ്റ് ചെയ്യണം, ഞാൻ അവരെ കാണിച്ചു തരാം ഗൈസ്. ചേട്ടൻ്റെ കടയിൽ നിന്ന് സാധനം മേടിച്ചു, പേയ്മെൻറ്റ് ചെയ്തോളാം. ഓക്കെ, പേയ്മെൻറ്റ് ചെയ്തു. സക്സസ്ഫുള്ളി പേയ്മെൻറ്റ് കംപ്ലീറ്റഡ് എന്ന് തോന്നുന്നു. 2 പേര് ഫോൺ എടുത്തല്ലോ, അപ്പോൾ ഒരാളുടെ ഇനി വർക്കായില്ലാവും. അവർ വന്നിട്ടുണ്ട്. നമുക്കിനി പോകാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്താം. നമ്മുടെ ഈ ഭാഗത്തൊന്നും AI ക്യാമറ ഒന്നുമില്ല, പക്ഷെ നമ്മളെപ്പോഴും മുന്തിരിക്ക് 150 രൂപ, അവിടെ 80 എവിടെ ബ്രോഡ്വേ ഇവിടെ പോയപ്പോ ഇത്രയും ഡിഫറൻസ് വരുമോ? ഇത് 180 140 180. അത് പക്ഷെ ജൂണിലായിരുന്നു. അയ്യോ, വണ്ടി ഓണായി കിടക്കുമായിരുന്നു. ആ ചേച്ചിയിലൊന്നും ഇവിടെന്മാരെ എനിക്കറിയാമല്ല. ഗൈസ്, ഞാൻ ഇത്രയും നേരമുള്ള എൻ്റെ ഡ്രൈവിങ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് എന്നെ പറ്റി തോന്നുന്നത്? ഞാൻ അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഓടിക്കുന്നില്ലേ? എന്തിനുള്ള പുറപ്പാടാണോ എന്താ? അയ്യോ, ഇവിടെ മീനുണ്ടായിരുന്നു. മീൻ അവിടെ കാണും, കവലെ കാണും. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് മീൻ മേടിച്ചിട്ടുണ്ടോ? നീ മേടിച്ചിട്ടില്ല. നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. ചിക്കൻ കുറച്ചേ ഇരിപ്പുള്ളൂ. ഇന്നലത്തെ ഇന്നലെ മിച്ചമായിരിക്കുന്നതല്ല, അത് ശകലമല്ലേ ഉള്ളൂ. അത് ഇന്നലെ രാത്രി നീ എടുത്തായിരുന്നോ? ഇന്നലെ രാത്രി ഞാൻ ശകലം എടുത്തായിരുന്നു, പക്ഷെ എന്നാലും അതിനകത്ത് ശകലം ഉണ്ടായിരുന്നു. ചിക്കൻ പൈനാപ്പിൾ മേടിച്ചിട്ടില്ല. അവിടെ പൈനാപ്പിൾ ഇല്ല. എന്തുകൊണ്ട് ഇവിടെ പൈനാപ്പിൾ വേണം മേടിക്കാതെ? അവിടെ ഒരു ഫ്രൂട്ട്സ് കട ഉണ്ട്. അത് ഫ്രൂട്ട്സ് കടയാണ്, അല്ല അത് പിക്കപ്പിന്റെ ഫ്രണ്ട്. പക്ഷെ മഞ്ഞ കളർ. ചേട്ടൻ കയറിപ്പോവും. ഇവിടെ കണ്ടു വെച്ച ഒരു ദിവസം മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ വെച്ചിട്ടൊരു ഇതിപ്പോ മാറി, ഹെൽമെറ്റ് കടയായി. കഴിഞ്ഞ ദിവസം അച്ഛായി ഹെൽമെറ്റ് ഇല്ലാതെയായിരുന്നു ഇതെടുത്തോണ്ട് വന്നത്, വണ്ടി ശരിയാക്കി കൊണ്ടുവന്നത്. അത് അവര് കൊണ്ട് വെക്കുവായിരുന്നു വണ്ടി. ആ വർഷത്തിലെ ചേട്ടന്മാര് കൊണ്ട് വെക്കുവായിരുന്നു വണ്ടി. ഈ കട കാണും പൈനാപ്പിള്. അവിടെ ഒന്നും കയറണ്ട. അപ്പോൾ നമ്മൾ ചന്തയിൽ കയറിയിട്ട് പിന്നെ നമ്മൾ തിരിച്ചു വരും. ഇമാതിരി കടയിൽ കയറി നമുക്ക് സത്യം പറഞ്ഞാൽ നഷ്ടമാണ്. ചന്തയെന്നാണെങ്കിൽ നമുക്ക് അധികം പൈസ ഇല്ല, നമുക്ക് സാധനം കിട്ടും. കാരണം അവർ ഹോൾസെയിലായിട്ടൊക്കെ വിൽക്കുന്നത്, അതായത് ആദ്യമേ വരുന്നത് അങ്ങോട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി പൈസ കുറവ് കിട്ടും. പക്ഷെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാത്തിനും നല്ല റേറ്റ് ആയിരിക്കും. അതാണ് നമ്മൾ എപ്പോഴും ചന്തയിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നത്. ശരി, ആ ഇതിൻ്റെ അക്ഷയപാതൻ്റെ വല്ലതും പറയൂ? ഇല്ല, അച്ഛയെ പറഞ്ഞില്ലല്ലോ പോകാനായിട്ട്. ഇച്ചിരി സ്പീഡിൽ പോകാം. എന്നാന്ന് വെച്ചാൽ നമുക്ക് അവിടെ ചെന്നിട്ട് ക്രോസ് ചെയ്യേണ്ടുള്ളൂ. നമ്മൾ പുറകെ വരുന്ന വണ്ടിക്ക്. കഴിഞ്ഞ ദിവസം ഒരു കൊല പഴമാണ്. ആരും ശ്രദ്ധിച്ചില്ല, ഒറ്റ മനുഷ്യപ്പണികളും ശ്രദ്ധിച്ചില്ല. എന്നതാ പറ്റിയേ? ഒരു കൊല പഴം ചീഞ്ഞു പോയി. അച്ഛായി അത് ഇതിന്റെ അടി വെച്ചെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നോട് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും തീറ്റ എടുക്കാൻ പോകുമ്പോ ഞാൻ തുറന്നു നോക്കിട്ട് വന്നേ. എന്നോടും പറഞ്ഞില്ല. മുന്നോട്ട് കയറിയത് നമ്മള് ഇതൊന്നും മേടിക്കാനില്ലല്ലോ. നമ്മൾ അവിടെ പഴം മീൻസ് കഴിക്കാൻ പറ്റാത്ത രീതിയിലല്ലേ ആയുള്ളൂ. മൊത്തം ചീഞ്ഞു പോയി. ചീഞ്ഞ് പുഴുവൊക്കെ കയറിയോ? ആ, അങ്ങനെയാണോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല ഞാൻ വിചാരിച്ചു നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഒന്നും വരുന്നില്ല, ഭയങ്കര ചീഞ്ഞ് വെള്ളമൊക്കെ വന്ന് ഫുള്ള്. നമ്മുടെ എന്നോട് AC ഇടാതെയാണ് പോകുന്നത്. AC ഇട്ടിട്ടുണ്ട്, എന്നിട്ടും അതിന് തണുപ്പൊന്നും നോക്കാൻ കാലിനാ കിട്ടുന്നത് മിക്കവാറും. ആ, ഇത് മതി, ഇത് മതി കറക്റ്റ്. ഇത് ഏതാ ഇട്ടേക്കുന്നത്? ഇപ്പൊ ഏതാ നമ്മൾ ഇട്ടേക്കുന്നത്? ആദ്യത്തേതല്ലേ ഇവിടേക്കിട്ടാ കിട്ടുന്ന AC. അതാണ് നല്ലത് സത്യം. നമ്മൾ പുന്നത്ര കവല കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഈ പ്രശ്നം അപ്ഡേറ്റ് ചെയ്യാൻ മറന്നു. നന്ദികേഷ് നമ്മൾ പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ.
വെറുതെ ഓണാക്കി വെച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ചേട്ടാ സെക്യൂരിറ്റി പോകുന്നുണ്ട്. ചേട്ടാ മാറിപ്പോ ഗ്ലാസ് ഒന്നും കേറിയില്ല, ഇറങ്ങിയല്ലോ കിടക്കുന്നത്. ആ ചേട്ടൻ നോക്കി ചേട്ടാ മാറിക്കോളാൻ പറഞ്ഞപ്പോ ചേട്ടൻ നോക്കി. ഈ വീരത്ത് എങ്ങനെ നടന്നു പോകാം? പണിയാണോ? ആ അവിടെ വഴിപ്പണിയാണ്. അതിപ്പോ കയറ്റി വിടുന്നുണ്ട്, പക്ഷെ വഴിപ്പണിയാണ്. ഇന്ന് കയറ്റി വിടുന്നുണ്ടോ അറിയത്തില്ല. അതെ, അനുപമ പോയതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ബെല്ലേസിൽ പോയിട്ട് അനുപമ ഒന്ന് ബെല്ലേസെന്നാണോ ഇതിന്റെ പേര്? പക്ഷെ ഞാൻ വിചാരിച്ചില്ല അത് അങ്ങനത്തെ സംഭവമാണെന്ന്. നല്ല കടയായിരുന്നില്ല ഞാൻ വിചാരിച്ചത്. പിന്നെ കുറെ സ്ഥലങ്ങളിൽ ഇതിന്റെ ബോർഡ് കണ്ടപ്പോഴാണ് മനസ്സിലായി. ഇത് പക്ഷെ കൊള്ളാം. പക്ഷെ ഇവർക്ക് ഇതിനകത്തുനിന്ന് ലാഭം കിട്ടുന്നത് മനസ്സിലായി. ഇവര് മറ്റേ ക്യാൻസറിന് മറ്റേ ഇത് ഹെയർ ഡൊണേഷന്റെ ഇത് അവർക്കുള്ളതാ. അത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അതിന് നല്ല മുടിയുള്ളവരെയാണ്. ഞങ്ങളവിടെ ഈ പാലാ ജനലാശുപത്രിയിൽ എപ്പോഴും ഇല്ല, കഴിക്കാനൊന്നും മേടിച്ചില്ലല്ലോ. ഇവിടെ നിർത്തിയാലോ? ഇവിടെ ഇപ്പി ഉണ്ടായിരിക്കും. ഉണ്ടോടിയോ? നോക്കിയാ ഇവിടെ നാഴാണെങ്കിൽ നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. വണ്ടി വരുവാണെങ്കിൽ വണ്ടി വന്ന കടയിൽ കയറിയും കടയിൽ വണ്ടി വന്ന വേറെ ആരെങ്കിലും വണ്ടി കൊണ്ട് പോകാൻ നമുക്ക് വണ്ടി അവിടെ നിർത്തിയിട്ട് നമ്മൾ വണ്ടി ഇരിക്കുന്ന വണ്ടി ഇട്ട് പോകും. നിങ്ങളിവിടെ നടന്നു വന്നോളാനായിട്ട്. കഴിഞ്ഞ സത്യം കൊണ്ട് വണ്ടി കയറ്റിയ സ്ഥലം കാണിച്ചുതരാം. അതെ അച്ഛാ, ഈ മതിലാണ് ഗൈസ് തകർത്തത്. ഈ മതിലല്ല, ഈ മതിൽ ഓൾറെഡി തകർന്നു കിടക്കുമായിരുന്നു. പക്ഷെ ഇവിടെ കിടക്കുന്നത് ഈ മൺകൂണിയില്ല, അതിനകത്ത് ശകലം പാവം പോയത് നമ്മുടെ പിതാമഹന്റെ ഉത്സവങ്ങളിൽ പെടുന്നതാണ്. ഗൈസ് നമ്മുടെ വീടെത്തി. പക്ഷെ അവിടെ നമ്മുടെ എല്ലാ വ്ലോഗിലും ഇപ്പൊ ഈ വീടിന്റെ ഒരു ഇത് സംഭവം കാണാം. അയ്യോ ഇടിക്കും. അയ്യോ പോയി. നമ്മൾ വീട്ടിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ അമ്മൂനെയാണ് കൂട്ടാൻ പോയത്. അമ്മൂന് നമ്മൾ സേഫ് ആയിട്ട് വീട്ടിൽ ലാൻഡ് ചെയ്യിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ കുറേ സ്ഥലങ്ങളിലൊക്കെ ചെന്നു. പിന്നെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. അതായത് ഇന്നത്തെ വ്ലോഗ്. ഫോൺ ഭയങ്കരമായിട്ട് ചൂടായതുകൊണ്ട് എനിക്ക് ബാക്കി വീഡിയോ ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നിങ്ങൾ പറയൂ ഇതെങ്ങനെയുണ്ട്. നമ്മൾ ഇവിടെ ഇനി ഒരു ഗാർഡൻ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി 2 ചെടി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവത്തിൽ ഓൾറെഡി ഒരു പൂ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. ഈ പൂ എങ്ങനെയുണ്ട്? എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പൂ ഉള്ളതൊക്കെ നമ്മളിങ്ങനെ ഇവിടെ കൊണ്ട് വയ്ക്കും. പൂ ഇല്ലാത്തത് നമ്മൾ പിന്നെ മാറ്റി വയ്ക്കും. അങ്ങനെയാണ് നമ്മളിനി ഈ സെറ്റപ്പ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഇത് സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ആക്കി കഴിയുമ്പോൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണിക്കാൻ പറ്റും. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.